പിന്നെ ഞാൻ കേട്ടൊരു കാര്യമാണ് ഈ ഒരു സിനിമ എന്തൊക്കെ പറഞ്ഞാലും പിറവിയെടുക്കാനാണെങ്കിൽ ഒരുപാട് സ്ട്രഗിൾസ് പലരും അതിന്റെ പിറകിൽ ചെയ്യാറുണ്ട്. അപ്പൊ ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു കുറെ സ്ട്രഗിൾസ് എന്താണ് എത്തിയെന്നൊക്കെ കേട്ടു. അപ്പൊ അനുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 3 years 4 years അല്ലേ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നമ്മളൊരു ലോങ് ജേർണി ആയിരുന്നു. നമ്മൾ അറിയാമല്ലോ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഹാർഡ് കോർ ആളാണ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരാളിനെ കണ്ടെത്തുക, ഇങ്ങനൊരു സബ്ജക്റ്റ് നമ്മൾ കൺവിൻസ് ചെയ്യുക, സോ ഇതൊക്കെ ഡെഫിനറ്റ്ലി ടഫായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. സോ ബേസിക്കലി നമ്മൾ പത്തനംതിട്ടയെ ബേസ് ചെയ്തിട്ടായതുകൊണ്ട് അവിടെ നിന്ന് തന്നെ നമുക്കൊരു പ്രൊഡ്യൂസർ വന്നു ഫൈനലി. സോ അങ്ങനെ ഒരു എൻ്റയർ ടീം കൂടുതലും കാസ്റ്റ് അല്ല ക്രൂ കൂടുതലും പത്തനംതിട്ട എന്നുള്ള ആൾക്കാരാണ്. സോ ഇറ്റ് വെന്റ് ദാറ്റ് വേ ആൻഡ് ഹോപ്പ്ഫുള്ളി വെന്റ് വെൽ. എന്തായിരുന്നു ഇപ്പൊ അനൂപ്സാണെങ്കിലും ഒരു പ്രൊഡ്യൂസറിനെ കണ്ടെത്താന്ന് വലിയൊരു ടാസ്ക് ആണ്. കണ്ടെത്താ അത് ഫിനാൻഷ്യലി പക്ഷേ അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഷൂട്ട് തുടങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ സുബലക്ഷ്മി അമ്മ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂളിൽ അതിനകത്ത് പുള്ളിക്കെത്തി മരിച്ചുപോയി. അപ്പോൾ അതോടുകൂടി നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് നമ്മൾ സബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്യണം. പിന്നെ രണ്ടാമത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ സമയത്ത് മഴ സമയമായിരുന്നു. ഒരു 4-5 ദിവസം നമുക്ക് ബ്രേക്കായി. പിന്നെ ആർട്ടിസ്റ്റിൻ്റെ ഇത്രയും ഡേറ്റ് ക്ലാഷ് ആയിപ്പോയി. ഇത്രയും ആർട്ടിസ്റ്റുകൾ കൂടുതലുള്ളപ്പോൾ പ്രശ്നമാണല്ലോ. അപ്പോൾ ടോട്ടലി അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ അറിയാമല്ലോ സിനിമയെ പറ്റി. ഈ പൊതുവെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ഒരു സിനിമ ഇതാക്കുമ്പോൾ കൊമേഴ്ഷ്യൽ ഹിറ്റ് ആവണം, പ്രൊഡ്യൂസേഴ്സിന് ലാഭം വരണം, അങ്ങനെയാണ് പലപ്പോഴും പല ഇതിൽ നോക്കും. വേറൊരു ആംഗിൾ നോക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ശരിക്കും അങ്ങനെ സിനിമേനെ നോക്കി കാണേണ്ടതിൻ്റെ ആവശ്യം തോന്നുന്നു. ലൈക്ക് കൊമേഴ്ഷ്യൽ ഹിറ്റ് ആവണം 100% ഉറപ്പാണ്. കാര്യം എന്ന് വെച്ചാൽ സിനിമ പ്രൊഡ്യൂസറെ സേഫ് ആക്കണം. സിനിമ എന്നുള്ളതല്ല, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുന്നു, അതിപ്പോൾ ഒരു പെന്നായാലും സിനിമയായാലും സെയിം എഫക്റ്റ് ആണ്. കാര്യം ഒരു പ്രൊഡക്റ്റ് ഇറങ്ങി കഴിഞ്ഞാൽ അതിന് കൺസ്യൂമേഴ്സ് ഉണ്ടാവണം. ആ കൺസ്യൂമേഴ്സ് ഉണ്ടാകുമ്പോൾ ആണ് ആ പ്രൊഡക്റ്റ് വിറ്റ് പോകുന്നത്. അപ്പോൾ ഒരു വോളിയമിൽ വിറ്റ് പോകുമ്പോഴാണ് ആ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കോ അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർക്കോ അതിന് കൊമേഴ്ഷ്യലി വൈബിൾ ആകും. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരാൾ വെറുതെ ഒന്നും ചെയ്യില്ലല്ലോ. അതുപോലെ തന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സിനിമയിൽ ഏകദേശം ഒരു 500 പേരോളം ടോട്ടൽ വന്നിട്ടുണ്ട്. അതായത് ഒരു മാരത്തോൺ ഞാൻ പറയല്ലേ അതിന്റെ ക്ലൈമാക്സ്, ഒരു സ്റ്റേഡിയം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത്രത്തോളം ആൾ. പിന്നെ മാരത്തോൺ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഒരുപാട് പേര്. പിന്നെ സോങ് ആണെങ്കിലും നമ്മൾ അതുപോലെ ഒരു സോങ്ങിനകത്ത് തന്നെ ആണെങ്കിലും 100-300 പേരുണ്ട്. അപ്പം ഇത്രയും പ്രശ്നങ്ങൾ നമ്മളുണ്ടല്ലോ, ഇവരെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു വിഷയം. ഈ പറഞ്ഞ എഫേർട്സ് ഒക്കെ ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും ഈ പറഞ്ഞ ആർട്ടിസ്റ്റ് ആണെങ്കിലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അവരുടേതായിട്ടുള്ള എഫേർട്സ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ആ പടം ഹിറ്റ് ആകുമ്പോഴാണല്ലോ നമുക്ക് അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ. പിന്നെ അത് തന്നെയല്ല ഇൻഡസ്ട്രിയില് പടം ഹിറ്റ് ആണല്ലോ. ഹിറ്റ് ആയാലും ഈ ഇൻഡസ്ട്രി തന്നെ നിൽക്കും. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലാണ് ഒരുപാട് പേര് ജോലി ചെയ്തതല്ലേ. ഇത് ഈ ഒരു വ്യവസായമല്ലേ ഇത് റൺ ചെയ്യണമെങ്കിൽ സിനിമകൾ ഹിറ്റാകണം. പിന്നെ അന്നേരം എല്ലാവർക്കും തൊഴിലാവുള്ളൂ. അതൊരു ഘടകമല്ലേ. അപ്പം